അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ചിക്കൻ വെച്ചുള്ള നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു കടായി ചിക്കൻ. ചപ്പാത്തി, പൊറോട്ട, റൈസ്, റൊട്ടി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. 1 കിലോ ചിക്കനാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് എടുത്തുള്ളത്. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത ശേഷം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ അല്ലെങ്കിൽ നാരങ്ങാ നീരെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ മസാലയ്ക്ക് ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. ഇപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കടായി മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജീരകമൊക്കെ പെട്ടെന്ന് റോസ്റ്റായിട്ട് നല്ലൊരു മണം വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ചൂടാറി വന്ന ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് ചെയ്തെടുത്തുള്ള മസാലയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ പൊടിക്കാനെടുക്കുന്ന ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. നന്നായിട്ട് അങ്ങ് പൊടിയരുത്, ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കടായി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മസാല പൊട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഓയിൽ മുങ്ങിക്കിടന്ന് പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് അങ്ങ് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു തുടങ്ങിയാൽ മതി. പിന്നെ ബാക്കി വേവാനുള്ളത് മസാലയൊക്കെ ഇടുന്ന് വെന്തോളും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചിക്കനെല്ലാം നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡ്, ഗ്രീൻ, യെല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാ കളറും വേണമെന്നൊന്നുമില്ല കേട്ടോ, ഗ്രീനും മാത്രമായാലും മതി. അപ്പോൾ ക്യാപ്സിക്കം ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സവാളയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൻ്റെ കളറൊന്നും അധികം മാറാതെ ഈ സവാളയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഈ ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ സവാളയും ക്യാപ്സിക്കം ഒന്നും അധികം വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, പിന്നെ അധികം കളറും മാറരുത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് 2 ചെറിയ സവാള ചേർത്തിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. പിന്നെ നമ്മൾ ഇതിലേക്ക് സവാള ചേർക്കുന്നതിന് മുന്നായിട്ട് ഓയിൽ കുറവുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇനി ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മളൊരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കടായി മസാലയിലും മുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും മുളക് പൊടി ചേർത്തിട്ടുണ്ട്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി എരിവ് കുറവ് മതിയെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുത്താലും മതി. പിന്നെ കടായി ചിക്കനിൽ കുറച്ച് എരിവ് വേണം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മസാലകളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർക്കാം. 3 തക്കാളി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ടങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും നമുക്ക് കുറച്ച് സമയം ഈ തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം.
കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ, ഒന്നങ്ങ് ആവി കയറിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ മൂടി വെച്ച് വേവിക്കണം. ചിക്കൻ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് ഒന്ന് മൊരിച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അടിയിൽ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ വേണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള സവോളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള കടായി മസാലയും കൂടി ചേർക്കാം. അപ്പോൾ ഈ കടായി മസാല നമ്മൾ മുഴുവനായിട്ട് ചേർക്കണ്ട കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയ ശേഷം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ കടായി മസാലയൊക്കെ ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല പാകമായി വന്നിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, റൊട്ടി, റൈസ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളിതുപോലെ കടായി ചിക്കൻ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.